എല്ലാവർക്കും നമസ്കാരം. ടോക്ക് ഓഫ് ദി ടൗണിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ സംസാരിക്കുന്നത് ഏറ്റവും പുതിയ മമ്മൂട്ടി ചിത്രം കളങ്കാവൽ, ആ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ്. ഈ ഒരു സിനിമയുടെ ഡയറക്ടർ പുതുമുഖമായിട്ടുള്ള ജിതിൻ കെ ജോസാണ്. അതുപോലെ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ജിഷ്ണു ശ്രീകുമാറിൻ്റെ കൂടെ ഡയറക്ടർ ജിതിൻ കെ ജോസും ചേർന്നിട്ടാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുള്ളത്. ഇത് ഈ ഒരു സിനിമ മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷനിലാണ് വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് നാളുകളായി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു മൂവി ആയിരുന്നു കളങ്കാവൽ. കുറേ നാളുകളായി തിയേറ്ററിലായാലും ആഡ്സ് പോയിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ റിവീൽ ചെയ്യുന്ന രീതിയിലുള്ള ട്രെയിലേഴ്സും ടീസേഴ്സും ഒക്കെ ആയിരുന്നു ഈ സിനിമയുടെ വന്നിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു മൂവിയായിരുന്നു കളങ്കാവൽ. 27th നവംബറിലാണ് ഇതിൻ്റെ റിലീസ് ആദ്യം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് വീണ്ടും റീഷെഡ്യൂൾ ചെയ്ത് 5th ഡിസംബറിൽ പടം റിലീസായി. അപ്പോൾ ഇതൊരു ക്രൈം ത്രില്ലർ കാറ്റഗറിയിലുള്ള ഒരു സിനിമയാണ് കളങ്കാവൽ. പക്ഷേ നമ്മളൊരു യൂഷ്വൽ ഒരു പാറ്റേൺ നോക്കുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരുപാട് സസ്പെൻസ് എലമെൻറ്റ്സ് ഉണ്ടാവുന്ന തരത്തിലാണ് ക്രൈം ത്രില്ലേഴ്സ് എപ്പോഴും വരാറ്. പക്ഷേ ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ളൊരു സസ്പെൻസ് ഈ സിനിമയിൽ സ്ക്രിപ്റ്റിൽ, ഈ സിനിമയുടെ കഥയിലോ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ സിനിമ നറേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ റിയൽ സക്സസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ക്യാരക്ടർ മമ്മൂട്ടി ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്യണ ആ ഒരു മൊമെൻ്റ് ആയിരിക്കും ഈ ഒരു സിനിമയുടെ സക്സസ് എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. കാരണം അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറൈസേഷനാണ് മമ്മൂട്ടിക്ക് ഈ സിനിമയിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സിനിമയുടെ ഒരു 3 ഹൈലൈറ്റ്സ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണുള്ളത്, സീക്വൻസുകളാണുള്ളത്. അതിൽ ഏറ്റവും ആദ്യത്തെ സീക്വൻസ് എന്ന് പറയുന്നത് ആ ഒരു സിനിമയിൽ ആ ഒരു വില്ലൻ ക്യാരക്ടറിനെ റിവീൽ ചെയ്യണത്. പടം തുടങ്ങി ആദ്യത്തെ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ആ ഒരു ക്യാരക്ടറിനെ റിവീൽ ചെയ്യുന്ന ആ ഒരു സീക്വൻസ്, അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഇൻ്റർവെൽ പഞ്ച് ഉണ്ട്, പിന്നെ ക്ലൈമാക്സ്. ഇതാണ് ഇതിലൊരു 3 ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സസ്പെൻസ് എലമെൻസും ഈ പടത്തിൽ ഇല്ലാതെ തന്നെ നമ്മൾ ഈ ഒരു പടം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവസാനിക്കുന്നത് വരെ നമ്മൾ അതിലൊരു എൻഗേജ് ചെയ്തിട്ട് പോണ രീതിയിലുള്ള ഒരു സ്റ്റോറി ടെല്ലിങ്ങും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് ഈ സിനിമയിൽ ഫോളോ ചെയ്യുന്നത്. പക്ഷേ അതിലേക്ക് നമ്മൾ പിടിച്ചിരുത്തുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മമ്മൂട്ടി എന്ന അഭിനേതാവിൻ്റെ വളരെ അസാധാരണമായിട്ടുള്ള അഭിനയ മികവ് തന്നെയാണ്. കാരണം അത്തരത്തിലുള്ള പെർഫോമൻസ് ആണ് മമ്മൂട്ടി സിനിമയിൽ ആ ഒരു ക്യാരക്ടർ ഈ സിനിമയിൽ പ്ലേ ചെയ്തിട്ടുള്ളത്. ഇതിൽ മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസിലേക്കൂടെ അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ അടുത്ത് ഡിഫറെൻ്റായിട്ട് ബിഹേവ് ചെയ്യണ പാറ്റേണിലുള്ള പോലത്തെ ഒരു സ്ക്രിപ്റ്റിംഗ് ആണ് ഇതിലത്തെ. അപ്പോൾ ആ സമയത്തൊക്കെ കൊടുത്തിട്ടുള്ള മാനറിസംസ് ആയാലും അല്ലെങ്കിൽ ഒരു ബിഹേവ് ചെയ്യണതായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യണതായാലും അങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സീക്വൻസിൽ കൂടെ കടന്നു പോകുന്നൊരു ക്യാരക്ടറാണ്. അത് അതിഗംഭീരമായിട്ടാണ് മമ്മൂട്ടി സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സും. അങ്ങനത്തെ ഒരു ക്യാരക്ടറിൽ നമുക്ക് വേറൊരാളെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ക്യാരക്ടറിനോടും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയും ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ സിനിമയിൽ അത് ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ സ്പെഷ്യൽ ഒരു അപ്രീസിയേഷൻ കൊടുക്കേണ്ടത് ഇതിലത്തെ മമ്മൂട്ടിയോടൊപ്പം സ്ക്രീൻ പ്രസൻസ് ഉള്ള വിനായകനാണ്. വിനായകൻ്റെ പേഴ്സണൽ ലൈഫ്സിലത്തെ ഇഷ്യൂസൊക്കെ നമുക്കറിയാം, പക്ഷേ ഡെഫിനറ്റ്ലി സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു മികച്ച പെർഫോമൻസ് തരണ ഒരു ആക്ടർ തന്നെയാണ് വിനായകൻ. അത് ഈ സിനിമയിൽ അതിഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഫീമെയിൽ ലീഡ്സ് ഉള്ള ഒരു സിനിമയാണിത്. അവരുടെ ഓരോ ഫീമെയിൽ ലീഡ്സിൻ്റെയും ക്യാരക്ടറിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ഈ സിനിമ ഡെവലപ്പ് ചെയ്ത് വരണത്. അത് ഈ സിനിമയുടെ ഒരു സ്റ്റോറി ലൈനിൽ വളരെ നല്ല രീതിയിൽ അത് കണക്ട് ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ക്ലൈമാക്സിൽ എത്തുന്നതോട് കൂടിയിട്ടാണ് പടത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റണത്. അങ്ങനെ ഒരു വളരെ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. മമ്മൂട്ടി ഇതിൻ്റെ പ്രീ റിലീസ് ഇവൻറ്റിൽ പറഞ്ഞ പോലെ മമ്മൂട്ടി ചെയ്യണ ക്യാരക്ടർ നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. പക്ഷേ സിനിമ കണ്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്രേക്ഷകൻ്റെ മനസ്സിലും ആ ഒരു
ക്യാരക്ടർ തങ്ങി നിൽക്കും എന്നാണ് ഇതിൻ്റെ റിലീസിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് 101% അതുപോലെ തന്നെയാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ കമൻറ്റ് ബോക്സിലിടാം. താങ്ക് യു.